ധന്യ, നടനും MLA-യുമായ മുകേഷിനെതിരെ ഒരു നടി ആരോപണമായി വന്നിരുന്നു. അതിന്റെ അലയൊലികളെല്ലാം ഒന്ന് കെട്ടടങ്ങി അതിൻ്റെ ഇത് കുറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ വീണ്ടും ആരോപണങ്ങളുമായിട്ട് പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി കുറച്ചുകൂടെ കളർഫുൾ ആയ കഥകളുമായിട്ട് ഇപ്പോൾ വീണ്ടും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ഇതിനി എത്രത്തോളം അത് മുകേഷിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടോ? അതെ, ഇനി വീണ്ടും സ്ത്രീകളെ നാണം കെടുത്താനാണോ അവരുടെ ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത്? അതേ മുകേഷിനെ കുരുക്കുമോ? എന്തായാലും സർക്കാരിൻ്റെ സപ്പോർട്ട് മുകേഷിനുണ്ട്. മുകേഷ് അത്ര ആത്മവിശ്വാസത്തിലാണ് ഈ ഒരു ആരോപണങ്ങളെ നേരിടുന്നത്. അപ്പോൾ മുകേഷിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് വ്യാജമായ ആരോപണമാണ്. പൈസ ചോദിച്ചിട്ടുണ്ട്, അവർ ചുംബിക്കുന്ന സ്മൈലി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സമ്മതത്തോടെ തന്നെയായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധമെന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവർ വീണ്ടും ഈ വെളിപ്പെടുത്തലുകളായി വരുന്നത് എന്തിനായിരിക്കും എന്നാണ് ധന്യ കരുതുന്നത്? പ്രിയദേശി, ഇതിലെ സത്യത്തിൽ ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറുമായി ഈ ഇര നടത്തിയ ഒരു ചർച്ച ഞാൻ കാണാനിടയായി. അരുൺകുമാർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെയാണ് അവരോട് ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെ നിവിൻ പോളിയുടെ കേസിൽ ആ ഇരയെ പിടിച്ചിരുത്തി കള്ളങ്ങളൊക്കെ പൊളിച്ചടുക്കിയതുപോലെ സത്യത്തിൽ ചില സമയം നമ്മുടെ അരുൺകുമാർ പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി മാറാറുണ്ട്. കൃത്യമായി ഒരു പോലീസുകാരൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാൻ താല്പര്യമുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ആ പരാതികൾ വ്യാജമാണെന്ന് മനസ്സിലായാൽ അതിൽ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ഇപ്പൊ 2023 നിങ്ങൾ പരിചയപ്പെട്ടെന്ന് പറയുന്നു, പിന്നെ പരാതി കൊടുക്കുന്നത് അല്ലെ 2002 പരിചയപ്പെട്ടെന്ന് പറയുന്നു, 2024 പരാതി കൊടുക്കുന്നത്. അതിനിടയ്ക്ക് ഉമ്മ സ്മൈലി അയച്ചിട്ടുണ്ട്, എന്നെ അയാൾ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയി ഫ്ലാറ്റിൽ കൊണ്ടുപോയി പീഡനം കഴിഞ്ഞ് അതേ കാറിൽ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല ഇത് പീഡനമാണ് എന്നുള്ളത്. അതൊരു സൈഡ് നിൽക്കട്ടെ. അത് ഞാൻ ചിലപ്പം എന്തെങ്കിലും ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു, അപ്പൊ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഓട്ടോയ്ക്കൊന്നും പൈസ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് ഈ പീഡനം കഴിഞ്ഞപ്പോ പുള്ളിയോട് പറഞ്ഞു കാണും, പീഡനം കഴിഞ്ഞു എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കുമെന്ന് ചോദിച്ചാണ്. അപ്പൊ പുള്ളി ഒന്ന് വീട്ടിൽ കൊണ്ടാക്കി വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഓ അന്ന് എന്നെ പീഡിപ്പിച്ചതായിരുന്നു. മോന് ഫീസ് അടയ്ക്കാൻ പൈസ കുഞ്ഞിന് ഫീസ് അടയ്ക്കാൻ 25,000 രൂപ ചോദിച്ചു. നേരത്തെ 1 ലക്ഷം അത് 1 ലക്ഷം എന്നാണ് പറഞ്ഞത്. അത് ആ കണക്ക് ഇപ്പൊ പുറത്തു വരുന്നില്ല. കൊടുത്തതാണോ ആ 1 ലക്ഷത്തിന്റെ കണക്ക് ഇപ്പൊ ഇല്ല. 1 ലക്ഷം എത്ര ചോദിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ 25,000 രൂപയുടെ ടൈറ്റ് ആയിരുന്നു. സിംഗിൾ പാരന്റ് ആണ്. അപ്പോ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോ പണവുമായി ബന്ധപ്പെട്ട് മുകേഷ് പീഡിപ്പിച്ച ഒരാളെന്നാണ് പറയുന്നത്. ഈ പീഡനത്തിന് ശേഷമാണ് ഇവർ ഈ 25,000 രൂപ ചോദിക്കുന്നത്. ദേഷ്യമില്ല എന്നൊക്കെ എവിടെ പറയുന്നുണ്ട്. മുകേഷിനോട് ദേഷ്യമില്ല. പക്ഷേ കോടതിയിൽ വക്കീല് ഉച്ചത്തിൽ സംസാരിക്കാത്തത് കൊണ്ടാണ് അവർക്ക് നീതി കിട്ടാത്തത്. കോടതിയിൽ അവരുടെ വക്കീൽ ഉച്ചത്തിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ വാട്സപ്പ് ഒന്നും നോക്കാതെ, ഈ വാട്സപ്പിന്റെ ഈ ഒരു എന്താ പറയാ ഈ തെളിവൊന്നും ജഡ്ജി നോക്കാതെ പെട്ടെന്ന് തന്നെ മുകേഷിനെ പിടിച്ച് അകത്തിടണമായിരുന്നു എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരാളെ കൂടെ ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരം സെക്സിന് പോകുന്നു, അല്ലെങ്കിൽ അപ്പോൾ അയാളുമായി ബന്ധപ്പെടാൻ പോകുന്നു. തിരിച്ച് വർഷങ്ങൾക്ക് ശേഷം അയാളുമായി നമുക്കൊരു ശത്രുത വരുമ്പോൾ, വിജയബാബുവിന്റെ കേസ് പോലെയൊക്കെ ശത്രുത വരുമ്പോൾ പറയാണ് 2001 അയാൾ എന്നെ പീഡിപ്പിച്ചു, 2030 എനിക്ക് മനസ്സിലായത് അത് പീഡനമാണ് എന്ന്. അപ്പൊ ഇത്രയും വർഷം എന്ത് ചെയ്യുകയായിരുന്നു? ഇപ്പൊ എന്നെ ഒരാൾ പീഡിപ്പിച്ചു, അയാളോട് എനിക്ക് സാമാന്യ ബോധത്തിൽ എനിക്കൊരു ദേഷ്യം തോന്നും. എനിക്കത് പുറത്ത് പറയാൻ ചിലപ്പോൾ എൻ്റെ അന്നത്തെ സാഹചര്യം എന്നെ അനുവദിച്ചു കാണില്ല. എൻ്റെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടാകില്ല. നാട്ടുകാരൻ ഏത് രീതിയിൽ കാണുമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടാകും. സമൂഹം എങ്ങനെ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ളൊരു നിന്നെ കുറിച്ച് അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ നിന്റെ അടുത്ത് അങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന് ഞാനുമായി സെക്സ് ചെയ്തിട്ട് അയാൾ തിരിച്ചു പോകുന്നു. പിന്നെ അയാളുമായി ഞാൻ നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്നു, വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നു, ഉമ്മ സ്മൈലി അയക്കുന്നു, ഞാൻ അയാളുമായി ചാറ്റ് ചെയ്യുന്നു, പൈസ കടം ചോദിക്കുന്നു. പീഡിപ്പിച്ച ആളോടാണ് ഞാൻ ഉമ്മ സ്മൈലി അയക്കുന്നത്. ഞാൻ എല്ലാവർക്കും ഉമ്മ കൊടുക്കാറുണ്ട്, അതുകൊണ്ട് മുകേഷിനും കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്ന കൂട്ടത്തിൽ ചിലരുടെ ഒരു നേച്ചർ ആയിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഈ ഹഗ് ചെയ്യുന്ന സ്മൈലി ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും. അതിന്റെ അർത്ഥം ഒരു പക്ഷെ മുകേഷ് അല്ല ചേച്ചി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുകേഷ് അതീവ ബുദ്ധിമാനാണ്. കാരണം ഈ തെളിവുകളെല്ലാം മുകേഷ് അതുപോലെ സൂക്ഷിച്ച് ചെയ്തിരുന്നെങ്കിലോ. ഇങ്ങനെ ഒരു വേറെ ബന്ധങ്ങളുള്ളവർ എന്താണ് ചെയ്യുന്നത്? പൊതുവെ വീട്ടിലെ ഭാര്യ അല്ലെങ്കിൽ വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം ചാറ്റ് ക്ലിയർ ചെയ്യും പെട്ടെന്ന്. അതെ, അപ്പൊ ഇത് ചാറ്റ് ക്ലിയർ മുകേഷ് പെട്ടു. ഇനിയെങ്കിലും
ഇനിയെങ്കിലും ആൾക്കാർ സ്ത്രീകളുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്ന് ക്ലിയർ ചെയ്ത് അല്ല ക്ലിയർ ചെയ്ത് കളയുക മാത്രമല്ല ഈ പെണ്ണായാലും ആണായാലും ഇത്തരം റിലേഷനിൽ പോകുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, എത്ര വർഷം കഴിഞ്ഞാലും ഇത്തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു നാള് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. മാത്രമല്ല പെണ്ണിന് എന്നാണ് ശത്രുത തോന്നുന്നത്, സ്വഭാവം മാറുന്നത്, അന്ന് അവൾ ഇതെല്ലാം പൊളിച്ചടിക്ക് കൊണ്ടുവരും, കുടുംബവും എല്ലാം തകരും. നമ്മൾ സ്ത്രീവിരുദ്ധ ചർച്ചയിൽ അത് വേണ്ട അത് വേണ്ട. അങ്ങനെയല്ല, അടച്ചാക്ഷേപിക്കരുത്. കാരണം ഇത് എന്ന് പറയുന്ന ഈ ഒരു ആരോപണം വേറൊരു ഒരു ഇത് പറയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇപ്പൊ പുതിയ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഒളിച്ചു വെച്ചതെല്ലാം പുറത്തേക്ക് വരണം, അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണമെന്നും അതെല്ലാം അതിന്റെ പേരിലെല്ലാം അന്വേഷണം നടക്കണമെന്നല്ലാതെ വീണ്ടും ചർച്ച വന്നിട്ടുണ്ട്. നേരത്തെ ഈ ചർച്ച വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു ഫേക്ക് ആരോപണങ്ങൾ, ഒരു പുകമറ സൃഷ്ടിക്കുക, പുകയുള്ളത് കൊണ്ട് ഇതിൽ പബ്ലിസിറ്റി കൂടി ആഗ്രഹിക്കാം. അവർ പറഞ്ഞു അവർക്ക് ഇനി സിനിമകൾ കിട്ടുമല്ലോ, അങ്ങനെ എന്തോ ഒരു പരാമർശം നടത്തിയിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഇരകൾ, യഥാർത്ഥത്തിൽ സമൂഹത്തിന് മുന്നിൽ വന്ന് പറയാൻ സാധിക്കാത്ത, ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങളിൽ അവരെന്താണ് ചെയ്യേണ്ടത്? ഇത്തരം ഫേമസ് ആവാൻ വേണ്ടിയും പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയും 5-6 സിനിമ കിട്ടാൻ വേണ്ടിയും ഉഭയകക്ഷി സമ്മർദ്ദപ്രകാരം ചെന്ന് കിടന്നു കൊടുത്തിട്ട് പിന്നീട് പിന്നെ ആ വാക്കുപയോഗിച്ചതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നം, ഞാൻ അത്തരത്തിലല്ല പരാമർശിച്ചത്. ഞാൻ പരാമർശിച്ചത് ധന്യയുടെ ആത്മരോഷം പ്രകടിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നു. പക്ഷെ എന്നാലും നമ്മളൊരു ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ സമ്മതപ്രകാരം നമ്മളൊരു പുരുഷനുമായി സെക്സിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് വന്ന് പറയുകയാണ്, വർഷങ്ങൾക്ക് ശേഷം പറയുകയാണ്, അവൻ എന്നെ ഉപദ്രവിച്ചു, അവൻ എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നോട് അപ്രോച്ച് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവർ തമ്മിലുള്ള സമ്മതപ്രകാരം കഴിഞ്ഞ കാര്യങ്ങൾ, പിന്നീടും അയാളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നു, പിന്നീടും അയാളുമായി നല്ല ബന്ധം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിലൊന്നും ചെയ്യാൻ കഴിയാതെ 4 ചുമരുകൾക്കുള്ളിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികളായിരിക്കാം. അവരിപ്പോഴും തുറന്നു പറയാൻ കഴിയാതെ, കുടുംബത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഇല്ലാതെ, സമൂഹത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഇല്ലാതെ ഒക്കെ ഒറ്റപ്പെട്ട് കഴിയുന്ന എത്രയോ പെൺകുട്ടികളുണ്ടാവാം. അവരുടെ കൂടി നീതിയാണ് ഇവരൊക്കെ ഇല്ലാതാക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ദേഷ്യം തോന്നുന്നത്. പുരുഷന്മാരെക്കാൾ ദ്രോഹികളാകുന്നത് ഇത്തരത്തിൽ ഇരകളെന്ന് നമ്മൾ, ഇരകൾ എന്നാണ് ഇവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇവരുടെ പേരോ ഇവരുടെ മുഖമോ നമ്മൾ കാണിക്കാത്തത് നാളെ ഇവർ സമൂഹത്തിൽ പിച്ച് ചീന്തപ്പെടരുത്. ഇവർക്ക് മാധ്യമങ്ങളാൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല, പൊതുസമൂഹത്തിൽ നിന്ന് ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇരകളുടെ പേര് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ഇര, എനിക്ക് തോന്നുന്ന റിപ്പോർട്ടർ ചാനൽ സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയിൽ അവരുടെ മുഖം കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇരയാണ്. പക്ഷേ ആ തുടക്കത്തിൽ ചില മാധ്യമങ്ങൾ ഇരയുടെയൊക്കെ മുഖം കാണിച്ചെങ്കിലും പിന്നീട് അവർ ഇരയാക്കപ്പെട്ടവരാണ്. അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇല്ലാതാക്കിയതാണ്. അപ്പൊ അത് പൊതു മധ്യത്തിൽ കാണിച്ച് കുറച്ച് റീച്ച് ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അത്തരം പൊതുമധ്യത്തിൽ കാണിച്ച് അവരെ മോശക്കാരാക്കണ്ട, ഇനിയും അവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് നമ്മൾ പലപ്പോഴും അവരുടെ പേരുകൾ പറയാത്തത്. ഇപ്പൊ അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസില് ഇര വന്നിട്ടുണ്ടായിരുന്നു. അതിജീവിത കുറച്ചുകൂടെ അതിജീവിച്ചു. അവർ പോരാടി ഫൈറ്റ് ചെയ്തു. അവർ അതിജീവിതയാണ് എന്ന് നമുക്ക് അവരെ ധൈര്യപൂർവ്വം വിളിക്കാം. കാരണം അവർ ആ പ്രശ്നത്തിൽ നിന്ന് അവരുടെ വിവാഹം ആലോചിച്ച് എല്ലാം ഉറപ്പിച്ച സമയത്താണ് അവർക്ക് ഇത്രയും വലിയൊരു ദുരന്തം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതിൽ നിന്ന് അവർ കയറി അവർ അതിജീവിച്ചു വന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തരക്കാർ എന്ത് പറയുന്നു എന്ന് ഇരയ്ക്ക് തന്നെ അറിയില്ല. പീഡനങ്ങൾക്ക് ഇരയായവരും പീഡനങ്ങളിൽ ഇര പിടിക്കുന്നവർ, ഇരയും ഇര പിടിക്കുന്നവർ, അത്രേ ഉള്ളൂ. ഇവരെ ഇരയെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ. കോടതി കൃത്യമായ നിരീക്ഷണം തന്നെയാണ് നടത്തിയത്. ഈ കോടതി സ്ത്രീകൾക്കാണ് നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്കുള്ളത് കൊണ്ട് എന്തും പറയാം. ഇപ്പൊ അതൊക്കെ മാറി. കോടതിയും ഈ ചർച്ചകളും മാധ്യമങ്ങളിലെ വാർത്തകളും ഇവരൊക്കെ വന്നിരുന്ന് പറയുന്നതും ഒക്കെ കോടതിയും കേൾക്കുന്നുണ്ട്. അപ്പൊ കോടതി എല്ലാം കേട്ട് മനസ്സിലാക്കി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആർക്കെതിരെ പരാതി. ഈ കൊടുത്തവർക്കെല്ലാം ജാമ്യം കിട്ടി. ഇപ്പോ പിന്നെ നമ്മുടെ ഒരു സംവിധായകന്റെ പേരിൽ ന്യൂഡ് ഫോട്ടോസ് എടുത്തു, അവർ രേവതിക്ക് അയച്ചു കൊടുത്തു. താജ് ഹോട്ടൽ ബാംഗ്ലൂരിൽ വന്നത് 2015 പറയുന്നു. അതിനു മുൻപേ നടന്ന സംഭവമാണെന്ന് പറയുന്നു. അപ്പോൾ ആ വാർത്തയിലും സത്യാവസ്ഥ ഇല്ല എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വരുന്നുണ്ട്. ആ സംവിധായകനും പിന്നെ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പരാതി പറഞ്ഞവർക്കെല്ലാം ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ ജയസൂര്യ 18-ാം തീയതി വിദേശത്ത് ഇത് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുന്നുണ്ട്.
അത് കഴിഞ്ഞ് കേസുമായി മുന്നോട്ട് പോകുന്നു. നിവിൻ പോളിക്കെതിരെ രംഗത്ത് വന്ന ഇര, നിവിൻ പോളി 6ാം പ്രതിയാണെന്ന് പറയുന്നു. നിവിൻ പോളി ഇവർ സിനിമയിലല്ലാതെ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് പോലും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ട് ഇപ്പോൾ പോലീസ് വിളിച്ചിട്ട് ഇവരുടെ ഇൻകം സോഴ്സ് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ പിന്നാലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്നെ പീഡിപ്പിച്ചു, ഞാൻ പീഡിപ്പിക്കപ്പെട്ടു, ഞാൻ ഇരയാണ്, എന്നെ അയാൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ സത്യമാണെങ്കിൽ നിങ്ങൾ തുറന്നു പറയും. നിങ്ങളോടൊപ്പം ഈ സമൂഹം മുഴുവനുണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പക്ഷേ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് 1-2 സിനിമയ്ക്ക് വേണ്ടി 4 പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഇത്തരത്തിൽ മോശമായ കാര്യങ്ങൾ, സമൂഹത്തിൽ നീതി കിട്ടേണ്ടവർക്ക് പോലും അത് കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, അതായത് ബലാത്സംഗ കേസുകളിലെ ക്രൂരമായ ബലാത്സംഗം ചെയ്യുന്ന പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യാജ പരാതികൾ നൽകുന്നവർക്ക് അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കാനും കൂടിയുള്ള ഒരു സത്യം വരേണ്ടതാണ്. അതെ, ഇതിനെയൊക്കെ പിടിച്ച് കാര്യങ്ങൾ വ്യാജമാണ് എന്ന് കോടതിക്ക് തെളിഞ്ഞാൽ ഈ വ്യാജ പരാതികൾ കൊടുക്കുന്നവരെ അതെ, തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് പ്രതിയെ വെറുതെ വിട്ടു എന്നതിനൊപ്പം തന്നെ ഈ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പരാതിക്കാരിയായാലും പരാതിക്കാരനായാലും അവർക്കെതിരെയും നടപടി ഉണ്ടാകുന്ന രീതിയിലേക്ക് വന്നാലേ ഈ വ്യാജ പരാതി. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത്തരക്കാർ ഇനിയും സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അത് വളരെ വ്യക്തമായ ഒരു പോയിന്റാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ കാര്യങ്ങൾ പോകണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്.